Hi friends, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൽ ജിയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പായി എൽ ജി V40 ThinQൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ജി V40 ThinQൻ്റെ 128GB വേർഷൻ 128GB വേർഷൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയാം എൽ ജിയുടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പാണ് എൽ ജിയുടെ V40 ThinQ എന്നുള്ളത്. എൽ ജി G7 ThinQ കഴിഞ്ഞിട്ട് എൽ ജി അവതരിപ്പിച്ചിട്ടുള്ള എൽ ജി ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അവതരിപ്പിച്ച മോഡലാണ് എൽ ജി V40 ThinQ. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. സോ ആസ് യൂഷ്വൽ നമ്മൾ G7 ThinQയിൽ കണ്ട പോലെ തന്നെ ഒരു ക്ലോത്തിൻ്റെ റാപ്പർ ഉണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ എൽ ജി V40 ThinQ. നമ്മൾ കഴിഞ്ഞ അതായത് എൽ ജി G7 ThinQയിൽ കണ്ട പോലെ തന്നെ കവറിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. പെൻറ്റാ ക്യാമറ, അതുപോലെ ഓഡിയോ ട്യൂൺഡ് വിത്ത് മെറിഡിയൻ, പിന്നെ 6.4 ഇഞ്ചിൻ്റെ OLED ഫുൾ വിഷൻ ഡിസ്പ്ലേ ആണ് എൽ ജി V40 ThinQയിൽ. സോ പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് കീ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇറ്റ്സ് പവർഡ് ബൈ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ എൽ ജി V40 ThinQ. ഇനി നമുക്ക് സെറ്റ് ഒന്ന് അവിടെ മാറ്റി വെച്ചിട്ട് ബോക്സിൽ ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം. ഇത് ആസ് യൂഷ്വൽ പേപ്പർ വർക്ക്സ് ആണ് എൽ ജി V40 ThinQൻ്റെ. നമുക്ക് അതിൽ വാറണ്ടി കാർഡ് അതുപോലെ തന്നെ സിം ഇജക്ടർ ടൂളും ഈ പറയുന്ന ബോക്സിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ ചാർജർ ഫ്ലാഗ്ഷിപ്പ് മോഡലായ കാരണം തന്നെ ഇതൊരു ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കണം. എൽ ജിയുടെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ്. ഇനി ഇതിൻ്റെ പവർ റേറ്റിംഗ് നമുക്ക് എത്രയാണ് നോക്കാം. ഔട്ട്പുട്ട് 9V 1.8 ആംപിയർ. സോ തീർച്ചയായിട്ടും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ USB പോർട്ട്, USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട്. ചാർജർ എന്തായാലും ഫ്ലാഗ്ഷിപ്പ് റേഞ്ചാണ് ഫോണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും USB Type-C ആയിരിക്കും. നമുക്ക് നോക്കേണ്ട കാര്യമില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. കണ്ടു, നമുക്കിതിൽ കാണാം എൽ ജി V40 ThinQൻ്റെ പവർ കേബിൾ എന്ന് പറയുന്നത് USB Type-C ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു എൽ ജി G7 ThinQൻ്റെ കൂടെ കിട്ടിയിരുന്ന ഒരു B&O ഹെഡ്സെറ്റ്സ് ആണ്. സോ ഈ ഒരു മോഡലും അത് തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ സെയിം ക്വാളിറ്റിയിലുള്ളത്. സെയിം ക്വാളിറ്റി, അതായത് നമ്മൾ കഴിഞ്ഞ എൽ ജി G7 ThinQൻ്റെ റിവ്യൂവിൽ കണ്ട അൺബോക്സിംഗ് റിവ്യൂവിൽ കണ്ട സെയിം സെയിം ഹെഡ്സെറ്റ് തന്നെയാണ് നമുക്കിതിൽ B&Oൻ്റെ ഹെഡ്ഫോൺസ് തന്നെയാണ് എൽ ജി V40 ThinQൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് എ ഹൈ ക്വാളിറ്റി ഹെഡ്സെറ്റ്. മാർക്കറ്റിൽ ഏകദേശം ഒരു 4000 രൂപ വില വരുന്നൊരു ഹെഡ്സെറ്റാണ് ഈ പറയുന്ന B&O ഹെഡ്ഫോൺസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എൻ്റെ എക്സ്റ്റേണൽ ഓവർവ്യൂവും നമുക്ക് നോക്കാം. സോ എൽ ജി G7 ThinQൻ്റെ പോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാൻഡ്സെറ്റാണ് ഇത്. ബാക്കിലായിട്ട് നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാം, അതുപോലെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, LED ഫ്ലാഷ്, പിന്നെ മുകളിലായിട്ട് നമുക്ക് ഒരു മൈക്രോഫോൺ കട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ഡ്യുവൽ ക്യാമറ കാണാം, പിന്നെ സ്പീക്കർ, അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടൺ, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് കീ, റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ നമുക്ക് കാണാം. സിം ട്രേ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഇതാണ് നമ്മുടെ സ്പീക്കർ ഗ്രിൽ, അതുപോലെ നമ്മുടെ USB Type-C ചാർജർ പോർട്ട്, പിന്നെ നമ്മുടെ മൈക്രോഫോൺ കട്ട്, പിന്നെ അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക്. ഇത് ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. ഗ്ലാസ്സാണ് അലുമിനിയത്തിൻ്റെ ഫ്രെയിമും ഉണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡ്സെറ്റ് ഒന്ന് പവർ ഓൺ ആക്കി നോക്കാം. ഇനി ഈ ഫോൺ ഓണായി വരുമ്പോഴേക്കും ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ ചെയ്യാം. എൽ ജി V40 ThinQൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50,990 ആണ്. ഇത് ഏകദേശം 51,000. സോ ഇത് നമുക്ക് വേണൂസിൻ്റെ ഡിജിറ്റൽ ആർക്കേഡിൽ ലഭ്യമാണ്. എല്ലാവരും, അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് വേണൂസിൽ ഈ പറയുന്ന എൽ ജി V40 ThinQൻ്റെ കൂടെ ഒരു 2000 രൂപീസിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത് ഗ്രാബ് ചെയ്യുക. എല്ലാവരും ആ ഒരു ഓഫർ പോയി വേഗം തന്നെ എത്രയും പെട്ടെന്ന് അവൈൽ ചെയ്യുക. ഈ ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെയുള്ളൂ. OLED കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്, 6.4 ഇഞ്ചിൻ്റെ. അതുപോലെ ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പിന്നെ ഡോൾബി വിഷൻ ഉണ്ട്, HDR10 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 8.1 ഓറിയോ ആണ്. ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത്
ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 845 ആണ്. ഒക്ട-കോർ പ്രോസസ്സറാണ്. അതുപോലെ GPU Adreno 630 ആണ്. നമുക്ക് മൈക്രോ SD കാർഡ് സ്ലോട്ട് ഇടാം 512 GB വരേക്കും. നമുക്ക് 2 വേർഷൻസ് ആണെന്ന് തോന്നുന്നത്, 6GB 64GB, അതുപോലെ തന്നെ 6GB 120GB വെർഷൻ. നമുക്കിപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് 6GB 120GB വെർഷനാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, അതുപോലെ 12 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 16 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ്. ഈ 3 ക്യാമറ സെറ്റപ്പാണ് ബാക്കിലുള്ളത്. അതുപോലെ LED ഫ്ലാഷ് ഉണ്ട്, HDR, പനോരമ, ഈ പറയുന്ന മോഡുകളൊക്കെ ഉണ്ട്. വീഡിയോ 4K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. സെൽഫി ക്യാമറ എന്ന് പറയുന്നത് ഡ്യുവൽ 8 മെഗാ പിക്സലിൻ്റെയും അതുപോലെ 5 മെഗാ പിക്സലിൻ്റെയും 7 മെഗാ പിക്സലിൻ്റെ സ്റ്റാൻഡേർഡ് ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ. വീഡിയോ നമുക്ക് 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 3300 mAh ആണ്. നമുക്കിത് ന്യൂ പ്ലാറ്റിനം ഗ്രേ, കാർമൈൻ റെഡ്, ന്യൂ അറോറ ബ്ലാക്ക്, ന്യൂ മൊറക്കൻ ബ്ലൂ എന്നീ പറയുന്ന 4 വേരിയൻസിൽ നമുക്ക് കളർ വേരിയൻസ് നമുക്ക് ലഭ്യമാണ്. അതുപോലെ കീ ഫാസ്റ്റ് വയർലെസ് ചാർജിങ് ഉണ്ട് 10 വാട്ടിൻ്റെ. നമുക്ക് ഈ അതുപോലെ ഒരുവിധപ്പെട്ട എല്ലാ സെൻസറുകളും ഫിംഗർ പ്രിൻ്റ്, ആക്സലറോമീറ്റർ, ജൈറോ സെൻസർ, പ്രോക്സിമിറ്റി, കോമ്പസ്, ബാരോമീറ്റർ അങ്ങനെയുള്ള എല്ലാ സെൻസറുകളും നമുക്ക് LG V40 തിങ്കിൻ്റെ കൂടെ ലഭ്യമാണ്. സോ നമ്മുടെ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. ഇവിടെ LGയുടെ ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു OS തന്നെയാണ്, UI തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എബൌട്ട് ഫോണിൽ പോയി ആൻഡ്രോയിഡ് വെർഷൻ ഏതാണ് എന്ന് നോക്കാം. യെസ്, ആൻഡ്രോയിഡ് വെർഷൻ 8.1.0 റിവ്യൂ ആണ്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ 1 ഡിസംബർ 2018 ഇനി ഇതിൻ്റെ സ്റ്റോറേജ് നമ്മൾ കണ്ടു, 120GB ആണ് സ്റ്റോറേജ് എന്ന് കണ്ടു. നമുക്ക് ആ 120GB സ്റ്റോറേജിൽ എത്രത്തോളം നമുക്ക് യൂസബിൾ ആണ്, എത്രത്തോളം ഫ്രീ ആണ് എന്ന് നോക്കാം. യെസ്, 18.72 GB യൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശം 120GB. സോ ഏകദേശം ഒരു 110 GB നമുക്ക് യൂസബിൾ ആണ് ഈ പറയുന്ന സ്റ്റോറേജിൽ. ഇനി LG V സീരീസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, സൗണ്ട് തന്നെയാണ് LG V40 തിങ്കിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ക്വാഡ് ബാക്ക് സപ്പോർട്ട് ഉണ്ട് നമുക്ക്, അതുപോലെ ഡോൾബി വിഷനാണ് ഈ പറയുന്ന, അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് HDR10 ഉണ്ട്. വളരെ ലൗഡായിട്ടുള്ളൊരു സ്പീക്കർ സിസ്റ്റം തന്നെയാണ് LG V40 തിങ്കിലുള്ളത്. അതുപോലെ തന്നെ വൈബ്രേഷൻ മോട്ടറും വളരെ മികച്ചൊരു വൈബ്രേഷൻ മോട്ടറുമാണ്. ഇത്രയുമാണ് നമ്മുടെ LG V40 തിങ്കിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോണിൻ്റെ ഓവർവ്യൂ എല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ഫുള്ളായിട്ടുള്ള റിവ്യൂ നിങ്ങളുടെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഏറ്റവും കൺസ്യൂമറിൻ്റെ വക ബൈ.